ഇത് ഈ വെള്ളം ഇത് മെറുവായിട്ട് ലോറിക്കാരെ കുടിക്കാനിരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. ചെറിയ ലൈൻ കമ്പനി കേട്ടോ. ഇവിടെ പലരും പല രീതിയിലാണ് കഥകൾ പറയുന്നത്. ഇത് വേറെ ലൈനാണ്, അത് വേറെ ലൈനാണ്. ഈ ലൈനിൽ വന്നിട്ട് ഇവിടെ ലൈൻ വന്നിട്ട് നേരെ ഇത് ഈ ടവറെ കയറിയിട്ട് അങ്ങോട്ട് പോകുന്നതൊന്നും അറിയില്ല. എന്തായാലും ഇവിടെയാണ് ലക്ഷ്മണൻ്റെ കടയെന്ന് പറഞ്ഞത്. ഇത് കിടക്കുന്ന ഭാഗത്ത് ആണ് ഇനിയത്തെ ഒരു അടുത്തൊരു നീക്കം. കാരണം ഇത്രയും ദിവസം നീണ്ടിരിക്കുകയാണ്. നമ്മൾ 14 ദിവസം അപകടം തടഞ്ഞ് ഇരിക്കുക. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യത്തിൽ ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് കർണാടകം പൂർണ്ണമായും അതിൻ്റെ രക്ഷാകർതൃത്വം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിടുക്കത്തിലുള്ള പ്രവർത്തനത്തിനപ്പുറം ഒന്നും ഇവിടെ നടക്കുന്നില്ല. കാരണം ഇന്നലെ തന്നെ നമ്മൾ കേരളം ആശങ്കപ്പെട്ടതാണ്, ഇത് നിർത്താൻ പോവുകയാണ്. ആ നിലയിൽ രക്ഷാദൗത്യ പ്രവർത്തനം പൂർണ്ണമായും കർണാടകം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അർജുന് വേണ്ടിയിട്ടുള്ള അർജുനോടൊപ്പമുള്ള 2 പേർ അവർ കർണാടക സ്വദേശികളാണ്. പക്ഷെ അവർ നമ്മുടെ സഹോദരന്മാരാണ്. അവർക്ക് വേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം ഇത് ഉപേക്ഷിക്കുന്നു എന്ന വേദനാകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലൊരു പ്രതിഷേധം കൂടി നമ്മളിലുണ്ട്. ഇപ്പോഴും കർണാടകത്തോട് നമ്മൾ സ്നേഹപൂർവ്വമുള്ള അഭ്യർത്ഥന നടത്തുന്നതാണ്. പ്രതീക്ഷിക്കരുത്, ഇത് ശക്തമായി തുടരണം. അർജുനെയും കാത്ത് അർജുൻ്റെ കുടുംബം, അമ്മയും സഹോദരിമാരും ഒക്കെ അവിടെ നിൽക്കുകയാണ്. ജിതിൻ നമ്മളോടൊപ്പം ഉണ്ട്. ജിതിൻ അർജുൻ്റെ ഭാര്യ, അർജുൻ്റെ സഹോദരി ഭർത്താവാണ് ജിതിൻ നമ്മളോടൊപ്പം ഉണ്ട്. അർജുൻ ഇല്ലാതെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന വിഷമത്തിലാണ് ജിതിനും ഇവിടെ നിൽക്കുന്നത്. നമുക്കും ഉത്തരം പറയാൻ പറ്റാത്ത നിലയിലാണ്. അതുകൊണ്ട് കർണാടകത്തോട് ഞങ്ങൾ ഇപ്പോഴും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ഈ രക്ഷാദൗത്യം ഉപേക്ഷിക്കരുത്. കൂടുതൽ സജീവമായിട്ട് ടെക്നോളജിയുടെ സഹായത്തോട് ഇത് തുടർന്ന് പോകണം എന്ന് തന്നെയാണ്. നാട്ടിൽ നിന്ന് ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു ബാർജ് കൊണ്ടിരുന്നു പറഞ്ഞു. അത് എത്തുകയാണ്, ഇന്ന് വൈകുന്നേരത്തോട് ടെക്നീഷ്യൻ എത്തുകയാണ്. അതിൻ്റെ സാധ്യത നോക്കുകയാണ്. ഞാൻ പറയുന്നത് അത് മാത്രമല്ല, അതിനപ്പുറമുള്ള സാധ്യതകൾ, ടെക്നോളജിയിൽ ഒരുപാട് സാധ്യത നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അതൊക്കെ കൊണ്ടുവരുമെന്ന് കർണാടകം പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇതുവരെ എത്തിക്കുന്നതിന് പോലും അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ടെക്നോളജി സാധ്യമല്ലെങ്കിൽ പുതിയ ടെക്നോളജിയെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം എത്തിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ്. ഇതിനെപ്പറ്റി എന്താണ്? നിർഭാഗ്യകരമായ സംഭവമാണ്. പൂർണ്ണമായിട്ട് ഒരു തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പോലും ഇവിടെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നെ തുടരണമെന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ അവസാന ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഒരിക്കലും പൂർണ്ണമായി തെരച്ചിൽ നിർത്തുമെന്നുള്ള ഒരു ഡിസ്കഷൻ എവിടെയും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടുള്ള കാര്യം അതാണ്, തെരച്ചിൽ തുടരണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ കേരളത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ലല്ലോ. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള 2 സഹോദരങ്ങൾ, ലോകേഷും ജഗന്നാഥനും ഇവിടെയുള്ള കുട്ടികൾ, ചെറുപ്പക്കാരൻ. അപ്പോൾ ഇത് 3 പേരുടെയും ജീവൻ വെച്ചുള്ള, അപ്പോൾ ആ രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷേ ഇന്നലെ മുതൽ പല കാരണങ്ങൾ, സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തുടരാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വന്നപ്പോൾ മെഷീനറിയുടെ അഭാവം പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അതിനാവശ്യമായിട്ട് സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ. അപ്പോൾ അതിന് ടെക്നീഷ്യൻ ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വൈകുന്നേരത്തോട് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ അതിൻ്റെ ഫീസിബിലിറ്റിയും അല്ലെങ്കിൽ വയബിളാണോ എന്നുള്ള പരിശോധന നടത്തിയതിന് ശേഷം പിന്നെ തുടർന്ന് തെരച്ചിൽ ആരംഭിക്കുന്നതിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. മറ്റൊന്ന് പിന്നെ അടിത്തട്ടിലെ ഒഴുക്കിനെ കുറിച്ചും ഇതിൻ്റെ പിന്നെ ഒരു അപ്രായോഗികതയെക്കുറിച്ചൊക്കെ തന്നെ ഇതിൻ്റെ ഭരണാധികാരികളൊക്കെ പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി നമുക്ക് പിന്നെ ഈ തെരച്ചിൽ ഊർജിതപ്പെടുത്തി കാര്യങ്ങളിലേക്ക് പോകാമല്ലോ. പക്ഷെ അതിനുള്ളൊരു ഇനീഷ്യേറ്റീവാണ് വേണ്ടത്. ഇന്നും ഇപ്പോൾ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഇന്ന് അവർ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ന് പൊതുവെ നല്ല കാലാവസ്ഥ. പക്ഷേ ഇന്നലെ അവരൊരു പിന്നെ ഒരു വൈദ്യുതി ചെയ്യുന്ന രീതിയിലേക്കാണ് ഇന്നലെ കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കൂടി ശക്തമായ സമ്മർദ്ദവും പിന്നെ CMൻ്റെ ഇടപെടലും കൂടി, മിനിസ്റ്ററുടെ ഇടപെടലും തുടർന്നാണ് നമ്മൾ വീണ്ടും ഒരു തെരച്ചിൽ അവസാനിപ്പിക്കില്ല എന്നുള്ള ഒരു നിഗമനം, ഒരു പിന്നെ തീരുമാനത്തിലേക്ക് അവരെത്തിയത്. പക്ഷേ അത് ആ ഒരു സ്പിരിറ്റ് ഇന്നിവിടെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനോ പിന്നെ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് തീർത്തും ദൗർഭാഗ്യകരമാണ്. എന്തായാലും തെരച്ചിൽ ഉണ്ടാവണമെന്നുള്ള ശക്തമായ ആവശ്യത്തിൽ തന്നെയാണ് കേരളം ഉറച്ചു. കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരിവിടെ റോഡ് റെഡിയാക്കുകയാണ്.
ഇതിനകത്ത് ഇപ്പോഴും നമ്മുടെ മലയാളിയായ അർജുനും അതെ അതുപോലെ തന്നെ കർണാടകയിലെ 2 സഹോദരങ്ങളും ഉണ്ട്. അപ്പോൾ അവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്നാണ് നമ്മുടെ MLA ഒക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതെ അവർക്ക് വേണ്ടി ഒന്ന് തെരച്ചിൽ നടക്കാൻ പോലും ഇന്നത്തെ ദിവസം ആരും വന്നിട്ടുള്ളതാണ്. ഇവിടെ ഭയങ്കര തെരച്ചിലും കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഇവിടെ നിന്ന് കണ്ടോ ഈ മലനിരകൾ കണ്ടോ. ഇതിൻ്റെ ഒരു യഥാർത്ഥ വ്യാപ്തി ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത്. അക്ക ദൂരെ നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. കണ്ടില്ലേ ആ മൺതിട്ടകളിൽ ഇന്നൊരു യാതൊരു രീതിയിലുള്ള തെരച്ചിലോ കാര്യങ്ങളോ നടക്കത്തില്ല. ഇവിടുത്തെ ഒരു പ്രകൃതം ഇതാണ്. എന്ത് ചെയ്യാൻ ആരോട് പറയാനാണ്. എന്തായാലും നമ്മുടെ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. ഗവൺമെൻറ് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടക്കുന്നുണ്ടെന്ന് ആണ് MLAയും ടീമും പറഞ്ഞത്. എന്തായാലും സങ്കടകരമായിട്ടൊരു കാര്യം. അവർക്കിതൊന്നും യാതൊരു ഇതുപോലും ഇല്ല. അവരാ മണ്ണ് മാറ്റുന്നതിനിടയ്ക്ക് ഇതൊക്കെയുണ്ട് കേട്ടോ, പോസ്റ്റും കാര്യങ്ങളൊക്കെ. അതായത് റോഡിൻ്റെ ആൾക്കാരാണ് കേട്ടോ, അല്ല വേറൊന്നുമില്ല. പക്ഷെ എന്താ ചെയ്യുക. ഇവിടെയാണ് ലക്ഷ്മൺ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. മണ്ണിട്ട് കിടക്കുമ്പോൾ ചങ്ക് തകരാണ്. 3 ജീവനുകൾ, അതായത് 2 കർണാടകക്കാരും അർജുനുമാണ് ഇതിൻ്റെ ഉള്ളതെന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്താനൊന്നും ഇവർ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നമ്മുടെ ഗവൺമെൻറ് ഭാഗത്ത് അടിയന്തരമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു എക്സ്പേർട്ട് വരും, വന്നിട്ട് അവർ ചെക്ക് ചെയ്യുന്നു. അവർ ചെക്ക് ചെയ്തതിന് ശേഷം അവർ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന് പോലും ഇല്ല. നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണത പോലാണ് ഇപ്പോൾ അത് കണ്ടിട്ട് തോന്നുന്നു. എപ്പോഴും അങ്ങ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു ഗംഗാവലിയാണ് കാണുന്നത്. ഇനിയിപ്പം നമുക്ക് അക്കരെ കര പോകണം, പോയാൽ ഏകദേശം അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകത്തുള്ളൂ. അതെ സൈഡെല്ലാം വെള്ളം ഇങ്ങോട്ട് ഓടിക്കാൻ കേട്ടോ.